എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ ഈ ലോകം ഇന്ന് വളരെ വിഷമം പിടിച്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. COVID-19 എന്ന മഹാമാരി ലോകത്തിൽ എവിടെയും എല്ലാ മേഖലകളിലും അതിന്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് പല മേഖലകളിലും ഈ മഹാമാരി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും അതിനനുസരിച്ച് പല പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സുമായിട്ട് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുമുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം മറികടക്കുന്നതിന് വേണ്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള സൗകര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ കൂടെ ഓരോ ദിവസവും ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ടെന്നറിയാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഡിജിറ്റൽ കണ്ടന്റുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്, ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകമായി. ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. എല്ലാവരും ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഉൾക്കൊള്ളുക, അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെ ഇത് പഠിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സുമായി ഗ്രൂപ്പുകളിൽ കൂടി ഡിസ്കഷൻ നടത്തുക, അസൈൻമെന്റുകൾ സമർപ്പിക്കുക. എങ്ങനെ നിങ്ങൾ സ്കൂളിൽ പോകുന്നോ അതേ രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വിഷയം ഗണിതശാസ്ത്രമാണ്. ഈ ഗണിതശാസ്ത്രത്തിന് രണ്ട് ടെക്സ്റ്റാണുള്ളത്, പാർട്ട് 1, പാർട്ട് 2. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ 1ാം വർഷം പഠിച്ച സെറ്റ് ഉണ്ട്, റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ റിലേഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്, അതിന്റെ പിന്നെ അത് ഫങ്ഷൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, അങ്ങനെ പോകുന്നു. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ട്രിഗണോമെട്രി ഉണ്ട്, അത് സെക്കൻഡ് ഇയറിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്കതിൽ കാൽക്കുലസുകളുണ്ട്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ ഉണ്ട്, കാൽക്കുലസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിക്കുന്നു, ഇന്റഗ്രേഷൻ പഠിക്കുന്നു, അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നു. പിന്നെ നമുക്ക് വെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, വെക്ടറുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പ്രോബബിലിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതായത് ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അതിനാൽ വളരെ സീരിയസ് ആയി തന്നെ നിങ്ങൾ ഈ സംരംഭത്തെ കാണണം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് ആൻസർ തരും. നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് എല്ലാ ചർച്ചകളും നടത്തുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 1ാമത്തെ ചാപ്റ്ററിന്റെ ഡിജിറ്റൽ കണ്ടന്റ് ആണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 14ഓളം വീഡിയോസ് ഉണ്ടാവും. അതിൽ ഒരു 7 വീഡിയോസ് നമ്മുടെ ജിയോജിബ്ര സോഫ്റ്റ്വെയറോടെ കണക്ട് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ബാക്കി അടുത്ത വീഡിയോ നമ്മുടെ ലൈവ് ക്ലാസ് റൂം പോലെ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടാണ് ശരിയാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് കിട്ടും. ഈ വീഡിയോസിൽ ഓരോ വീഡിയോയും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കാണുക. നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റിവ്യൂ ചെയ്യാനും പറ്റും. ഒരു പ്രാവശ്യം കണ്ടു കളഞ്ഞു എന്നല്ല, ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഓരോ വീഡിയോസും നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക, പോയിന്റ്സുകളൊക്കെ ബുക്കിൽ എഴുതിയെടുക്കുക. എന്നിട്ട് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതിന്റെ ഓരോ മേഖലകളെ കുറിച്ചുള്ള ഡൗട്ട്സുകളും ഒക്കെ ഉണ്ടാവാം, അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണം. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മാക്സിമം നിങ്ങൾ പോർട്രേറ്റ് ഓഫ് ആക്കിയിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ ബ്ലാക്ക് ബോർഡിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സൂം ചെയ്താൽ ആ പോർഷൻ മാത്രം ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാനും പറ്റും. അപ്പൊ ഈ 14 വീഡിയോസും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമുക്ക് 2ാം വർഷ ഗണിതശാസ്ത്രത്തിലെ 1ാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കാം. അതിന്റെ പേരാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണ്. 1ാം വർഷം നിങ്ങൾ
റിലേഷൻസും ഫങ്ഷൻസും ഒക്കെ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ റിലേഷൻസും ഫങ്ഷൻസും എന്താണെന്ന് പഠിക്കുന്നു. റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നത് ഒരു സെറ്റ് ഉണ്ടെങ്കിൽ, എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ക്രോസ് എ. ഈ എ ക്രോസ് എയുടെ ഏതൊരു സബ്സെറ്റിനെയും റിലേഷൻ എന്ന് പറയാം എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കിനിയും വരേണ്ടത് ടൈപ്സ് ഓഫ് റിലേഷൻസിലേക്കാണ്. നമ്മുടെ സെക്കൻഡ് ഇയറിലുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻസ്. അതിൽ വി നോ ദാറ്റ് എ റിലേഷൻ ഇൻ എ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയുടെ സബ്സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു സെറ്റ് എടുത്താലും നൾ സെറ്റ് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, ആ സെറ്റും അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് എ ക്രോസ് എയുടെ സബ്സെറ്റുകൾക്കകത്ത് നൾ സെറ്റും ഉണ്ടാവും, എ ക്രോസ് എയും ഉണ്ടാവും. അതുകൊണ്ട് ഇത് രണ്ടും റിലേഷൻസ് ആയിരിക്കും. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ റിലേഷനാണ്, അതുപോലെ എ ക്രോസ് എ എന്ന് പറഞ്ഞാലും ഒരു റിലേഷനാണ്. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു റിലേഷൻ R ഉണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഇതാണ്. എ എന്നുള്ള ഒരു സെറ്റാണ്. എ എന്നുള്ള സെറ്റ് 1 2 3 4. ആ റിലേഷൻ പറയുന്നത് R ഈക്വൽ സെറ്റ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഈക്വൽ ടു 10. എ മൈനസ് ബി 10 കിട്ടണം. ഇങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെറ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ ഈ റിലേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദിസ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. ഇതൊരു എംപ്റ്റി സെറ്റ് ആണെന്നാണ് പറയുന്നത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എ എന്നുള്ള സെറ്റ് 1 2 3 4. റിലേഷൻ പറയുന്നത് എ മൈനസ് ബി ഈക്വൽ ടു 10. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ എ എന്നുള്ള സെറ്റ് ഉണ്ട്, 1 2 3 4 ആണ്. എ മൈനസ് ബി ഈക്വൽ ടു 10 എന്നാണ് റിലേഷൻ. ഇപ്പോൾ ഇവിടെ നോക്കുക, എ എന്നുള്ള സെറ്റ് അത് 1 2 3 4 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എംപ്റ്റി റിലേഷൻ ആണോ ചെക്ക് ചെയ്യാം. നമ്മുടെ റിലേഷൻ അവർ പറയുന്നത് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ മൈനസ് ബി ഈക്വൽ ടു 10 എന്നാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എ മൈനസ് ബി ഈക്വൽ ടു 10. അപ്പോൾ നമുക്കത് നോക്കാം. എ മൈനസ് ബി, ഇവിടെ നമുക്ക് എ ഞാൻ ഫിക്സ് ചെയ്ത് 1-ലാക്കി. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആദ്യം കാണുക. ക്രോസ് പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 3 1 3 2 3 3 3 4 4 1 4 2 4 3 4 4. അത്രയും പേഴ്സ് വരും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത് 10 ആണോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റൻ അതാണ്. 10 ആണെങ്കിൽ ആ റിലേഷനകത്ത് ആ പെയർ വരും. എ ബി ഡിഫറൻസ് 10 ആണെങ്കിൽ ആ പെയർ ആ റിലേഷനകത്ത് ഉണ്ടാവും. എ ബി മൈനസ് എ മൈനസ് ബി ഈക്വൽ 10. അപ്പോൾ എ ബി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനപ്പോൾ എ ഫിക്സ് ചെയ്ത് 1 വെച്ചു. ബി ഇപ്പോൾ 1-ലാണ്. അപ്പോൾ 1 മൈനസ് 1 0 കിട്ടും. 10 അല്ല. അപ്പോൾ ഈ പെയർ അതിൽ വരില്ല. 1 1 ഇതിനകത്ത് വരില്ല, ഈ റിലേഷനിൽ വരില്ല. ദെൻ ബി എന്നുള്ളത് ഞാൻ 2 ആക്കി. അപ്പോൾ അത് 1 മൈനസ് 2 മൈനസ് 1, അന്നേരം നമുക്ക് 10 അല്ല. അപ്പോൾ ഈ പെയർ നമ്മുടെ റിലേഷനിൽ വരില്ല, 1 2-ൽ വരില്ല. ദെൻ ബി എന്നുള്ള 3 ആക്കി, മൈനസ് 2 ആണ്, അതും 10 അല്ല. അപ്പോൾ ഈ 1 3 പെയറും വരില്ല. ദെൻ 4-ലാക്കി, അത് മൈനസ് 3, അന്നേരം 10 അല്ല. അപ്പോൾ 1 4 വരില്ല. ഇത് നമ്മൾ ചെയ്യുന്ന എ 1-ലാണ് ഫിക്സ് ചെയ്ത്. ഇനി എ ഞാൻ 2-ൽ ഫിക്സ് ചെയ്യുന്നു. ബി നമ്മൾ 1-ലാക്കി. അപ്പോൾ 2 മൈനസ് 1 1. അടുത്തത് 2 മൈനസ് 2 0 വരില്ല, 10 വരില്ല. 2 മൈനസ് 3 മൈനസ് 1 4 മൈനസ് 2 2 മൈനസ് 4 മൈനസ് 2. പിന്നെ ഞാൻ എ 3 ഫിക്സ് ചെയ്തു. ബി മാറ്റി കൊടുക്കാം. 3 മൈനസ് 1 2 ആണ്, 10 അല്ല. 3 മൈനസ് 2 1 3 മൈനസ് 3 0 3 മൈനസ് 4 മൈനസ് 1. അപ്പോൾ ഈ പെയറുകളൊന്നും വരില്ല, കാരണം ഈ ഡിഫറൻസ് ഒന്നും 10 ആവുന്നില്ല. ദെൻ എ എന്നുള്ളത് 4-ലൊന്ന് ഫിക്സ് ചെയ്തു. ബി നമ്മൾ മാറ്റി കൊടുത്തു. ബി 1 ആക്കി. ഇപ്പോൾ 4 മൈനസ് 1 3 4 മൈനസ് 2 2 4 മൈനസ് 3 1 4 മൈനസ് 4 0. ഇതിനകത്ത് ഒരു പെയറിൽ പോലും ഡിഫറൻസ് 10 ആവുന്നില്ല. എന്ന് വെച്ചാൽ ഈ റിലേഷനകത്ത് എലമെന്റ്സുകൾ ഒന്നുമില്ല. അതാണ് പറയുന്നത്. സോ ആർ ഈക്വൽസ് ഓർഡേഡ് പെയർ എ ബി എ മൈനസ് ബി ഈക്വൽ 10 ഈസ് ആൻ എംപ്റ്റി സെറ്റ്. സോ ആർ ഈസ് ആൻ എംപ്റ്റി റിലേഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയും, ഒരു എംപ്റ്റി റിലേഷൻ എന്ന് പറയാം. അതായത് നോ പെയേഴ്സ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻ. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതായിരുന്നു, എ മൈനസ് ബി 10 ആകണമെന്നായിരുന്നു കണ്ടീഷൻ. എ മൈനസ് ബി 10 ആകുന്ന ഒരു പെയർ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയും. ദെൻ വീണ്ടും നമുക്ക് ഇതിലേക്ക് വന്നാൽ, അപ്പോൾ അതൊക്കെ എംപ്റ്റി റിലേഷൻ. ദെൻ അടുത്തത് ആർ ഡാഷ് ഈക്വൽസ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് ദി ഹോൾ സെറ്റ് എ ക്രോസ് എ. ഇവിടെ പറയുന്നത്
മോഡുലസ് ഓഫ് എ മൈനസ് ബി എടുക്കുമ്പോൾ ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ പോസിറ്റീവ് ആവണം. അങ്ങനെ വരുന്ന പെയറുകളെല്ലാം ഈ റിലേഷനകത്ത് വരും. ആ റിലേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് ഹോൾ എ ക്രോസ് എ ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ എം ടി സെറ്റ് കിട്ടി, അതിനെ നമ്മൾ എം ടി റിലേഷൻ എന്ന് പറയും. ഇപ്പം നമുക്ക് അടുത്തത് ഹോൾ എ ക്രോസ് എ ആണോ കിട്ടുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് നോക്കാം. എ എന്നുള്ള സെറ്റ് നമുക്കറിയാം. എ എന്നുള്ള സെറ്റ് 1 2 3 4. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ റിലേഷൻ ഇതാണ്. മോഡ് എ മൈനസ് ബി പോസിറ്റീവ് 0യോ പോസിറ്റീവോ ആവണം. മോഡ് എ മൈനസ് ബി പോസിറ്റീവോ 0 ആവുന്ന ആ പെയറുകളെല്ലാം വരും. അപ്പം നമുക്കൊന്ന് നോക്കിയാൽ മുമ്പ് ചെയ്ത പോലെ എ ഫിക്സ് ചെയ്ത് 1ൽ ബി 1 ആക്കി. മോഡുലസ് ഓഫ് 1 മൈനസ് 1 അത് 0 കിട്ടും. അപ്പോൾ 0 ആയി. ബി ഞാൻ 2ലാക്കുന്നു. 1 ആയി, പോസിറ്റീവ് ആണ്. 3 ആക്കുന്നു, പോസിറ്റീവ്. 4 പോസിറ്റീവ്. ദെൻ എ ഫിക്സ് ചെയ്യുന്നു 2ൽ, ബി മാറ്റുന്നു, പോസിറ്റീവ്. അടുത്ത 2 മൈനസ് 2 പോസിറ്റീവ്, 2 മൈനസ് 3 പോസിറ്റീവ്, 2 മൈനസ് 4 പോസിറ്റീവ്. ദെൻ എ 3ലാക്കുന്നു, ബി വേരി അയക്കുന്നു. 3 മൈനസ് 1 2 പോസിറ്റീവ്, 3 മൈനസ് 2 1 പോസിറ്റീവ്, 3 മൈനസ് 3 0. ദെൻ 3 മൈനസ് 4 1 പോസിറ്റീവ്. ദെൻ എ ഫിക്സ് ചെയ്യുന്നു 4ൽ, ബി വേരി ചെയ്യുന്നു. 4 മൈനസ് 1 3 പോസിറ്റീവ്, 4 മൈനസ് 2 പോസിറ്റീവ്, 4 മൈനസ് 3 1 പോസിറ്റീവ്, 4 മൈനസ് 4 0. അപ്പോൾ ഈ പറയുന്ന എല്ലാ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ റിലേഷനകത്ത് എല്ലാ പെയറുകളും വരും. ദാറ്റ് ഈസ് അത് എ ക്രോസ് എ. കാരണം 1 1 2 2 3 3 ഇങ്ങനെ ആവും. അതാണ് നമ്മുടെ എ ക്രോസ് എ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് R1 ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിലേഷൻ എന്നും പറയും. ഇപ്പം നമ്മൾ 2 റിലേഷൻ പഠിച്ചു. ഒന്ന് എം ടി റിലേഷൻ, ഒന്ന് യൂണിവേഴ്സൽ റിലേഷൻ. അതൊരു ഡയഗ്രാമാറ്റിക്കലി കാണിച്ചാൽ എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സ് 1 2 3 4, വീണ്ടും എയിലെ എലമെന്റ്സ് 1 2 3 4 എ ക്രോസ് എ എടുക്കുക നമ്മൾ. അപ്പോൾ ഇതിനകത്ത് ഒരു എലമെന്റ് പോലും റിലേറ്റഡ് അല്ല. സോ ഇറ്റ് ഈസ് കോൾഡ് എം ടി റിലേഷൻ. ഇതുപോലെ യൂണിവേഴ്സൽ റിലേഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ വരും. എയിലെ 1 2 3 4, അടുത്ത എയിലും 1 2 3 4. എയിലെ എല്ലാ എലമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആണ്. 1 1 1 2 1 3 1 4, 2 1 2 2 2 3 2 4, 3 1 3 2 3 3 3 4, 4 1 4 2 4 3 4 4. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എ ക്രോസ് എ തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ. അതായത് എം ടി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും. ഇനി നമുക്ക് ആ റിലേഷൻ ഡെഫിനിഷനിലേക്ക് വന്നാൽ, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എം ടി റിലേഷൻ ഇഫ് നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. അതാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. വെൻ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചിരുന്നു. അതായത് R equals 5. Then a relation R in a set A is called universal relation if each element of A is related to every element of A. That is R equals A cross. അത് നമ്മൾ രണ്ടാമത്തെ വെൻ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചിരുന്നു. എല്ലാ എലമെന്റ്സുകളും മറ്റുള്ള എല്ലാ എലമെന്റ്സുകളുമായിട്ടും റിലേറ്റഡ് ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും. Then both the empty relation and universal relation are sometimes called trivial relations. ഈ റിലേഷൻസുകളെ, അതായത് ഫൈ എന്നുള്ള റിലേഷനെയും എ ക്രോസ് എ എന്നുള്ള റിലേഷനെയും നമ്മൾ ട്രിവിയൽ റിലേഷൻസ് എന്ന് പറയാറുണ്ട്. ദെൻ ഇഫ് എ ബി എലമെന്റ് ഓഫ് ആർ, ഓർഡേർഡ് പെയർ എ ബി ആറിലുണ്ടെങ്കിൽ വി സേ ദാറ്റ് എ ഈസ് റിലേറ്റഡ് ടു ബി. നമ്മൾ പറയും എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് പറയും. ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ആസ് എ റിലേറ്റഡ് ടു ബി. എ ആർ ബി എന്നിട്ട് അതിന്റെ മീനിങ് എ ഈസ് റിലേറ്റഡ് ടു ബി എന്നാണ്. ദെൻ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ രണ്ട് ടൈപ്പ്. ഒന്ന് എം ടി റിലേഷൻ, ദെൻ യൂണിവേഴ്സൽ റിലേഷൻ. എം ടി റിലേഷൻ മീൻസ് നൾ സെറ്റ്, യൂണിവേഴ്സൽ റിലേഷൻ മീൻസ് എ ക്രോസ് എ. ദെൻ അടുത്ത ഡെഫിനിഷൻ, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ്, മൂന്ന് ടൈപ്പാണ്. മൂന്ന് ടൈപ്പ് റിലേഷൻ ആണ് പറയുന്നത്. ഒന്ന് റിഫ്ലെക്സീവ് റിലേഷൻ, ദെൻ സിമെട്രിക്, ദെൻ ട്രാൻസിറ്റീവ്. അത് നമുക്ക് നോക്കാം. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ എലമെന്റ് ഓഫ് ആർ, അതായത് ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു സെയിം. നമുക്കത് നോക്കാം. റിഫ്ലെക്സിവിറ്റി നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ട്രയാങ്കിൾസിന്റെ കാര്യം പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾസിനകത്ത് ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ എടുത്താൽ ആ ട്രയാങ്കിൾ അതിനോട് തന്നെ എപ്പോഴും കോൺഗ്രുവന്റ് ആയിരിക്കും. കോൺഗ്രുവന്റ് വെച്ചാൽ സെയിം സൈസും ഷേപ്പും വരണം. ഒരു ട്രയാങ്കിൾ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ എ ബി സി. അതാണ് നമ്മൾ പറഞ്ഞത് ആൻ എലമെന്റ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രയാങ്കിൾ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നാൽ ട്രയാങ്കിൾസ് ഇൻ ദ പ്ലെയിൻ. ഇതിനകത്തെ പ്ലെയിനിലെ
ട്രയാങ്കിൾസ് എല്ലാം എടുക്കുന്നു. റിലേഷൻ ഞാൻ പറയുന്നത് ഈസ് കോൺഗ്രുവന്റ് ടു എന്നുള്ള റിലേഷനാണ്. ഈസ് കോൺഗ്രുവന്റ് ടു എന്നുള്ള റിലേഷൻ. സോ നമുക്കിങ്ങനെ പറയാം, എനി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു ഇറ്റ് സെൽഫ്. എല്ലാ ട്രയാങ്കിളും അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇതിനെ ഐഡന്റിറ്റി കോൺഗ്രുവൻസ് എന്ന് പറയും. മലയാളത്തിൽ സർവ്വസമ്മത എന്നൊക്കെ പറയുന്നത്. ഇതാണ് നമ്മൾ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് റിഫ്ലക്സീവ് മീൻസ് എ എലമെന്റ് ഓഫ് ആർ. എനി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് എലമെന്റ് ഫോർ എവറി എ. ദെൻ അടുത്തത് സിമെട്രിക്. സിമെട്രിക് എന്ന് പറയുമ്പോൾ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. ദാറ്റ് ഈസ് എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി എയും എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം ഫോർ എവറി എ ആൻഡ് ബി. എല്ലാ എക്കും ബിക്കും ഇത് ശരിയാവണം. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. അങ്ങനെയുള്ള റിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് സിമെട്രിക്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതേ എക്സാമ്പിൾ തന്നെ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ട്രയാങ്കിളുടെ കേസ് തന്നെ നമ്മൾ 2 ട്രയാങ്കിൾസ് എടുക്കുന്നു ഞാൻ. അതായത് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഡി എഫ്. എ ബി സി, ഇത് എ ബി സി ആണെന്ന് വിചാരിക്കുക. ഈ എ ബി സി പേര് മാറ്റമുണ്ട് എങ്കിലും അത് എ ബി സി എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ രണ്ടാമത്തേനോട് കോൺഗ്രുവന്റ് ആണെന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ എടുത്ത് നമുക്ക് ഇതിന്റെ മേളിലോട്ട് വെക്കാം. മേളിൽ വെച്ച് കഴിയുമ്പോൾ 2 ട്രയാങ്കിളും സെയിം ആയിട്ട് മാറുന്നു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ട്രയാങ്കിൾ എ ബി സി ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഡി എഫ്. അത് ശരിയായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും പറയാം, ഈ ട്രയാങ്കിൾ എടുത്തതിന്റെ മേളിൽ വെച്ചാലും സെയിം തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്ത് ആദ്യത്തെ മുകളിൽ വെച്ചു, അന്നേരം നമുക്ക് ഒറ്റ ട്രയാങ്കിൾ, സെയിം ട്രയാങ്കിൾ വരുന്നു, മാറ്റമൊന്നുമില്ല, സിമെട്രി ആണെന്ന്. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ഡി എഫ്, ദെൻ ട്രയാങ്കിൾ ഡി എഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ എ ബി സി. അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് വൺ സെക്കൻഡിന് കോൺഗ്രുവന്റ് ആണെങ്കിൽ സെക്കൻഡ് വൺ ഫസ്റ്റിന് കോൺഗ്രുവന്റ് ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്നത് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി ഈസ് റിലേറ്റഡ് ടു എ. അങ്ങനെ വരുന്ന റിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് സിമെട്രിക് റിലേഷൻ. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ അടുത്തത് ഇനിയുള്ളത് ഇതിനകത്ത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ എ ബി ഉണ്ടാവണം, അതായത് എ ഈസ് റിലേറ്റഡ് ടു ബി ആവണം, ബി ഈസ് റിലേറ്റഡ് ടു സി ആവണം, അങ്ങനെയാണെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു സി ആവണം. അങ്ങനെ വരുന്ന റിലേഷനാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കത് നോക്കാം. ഇവിടെ നമുക്ക് ആ എക്സാമ്പിൾ ഇത് തന്നെ എടുക്കാം. ഒരു ട്രാൻസിറ്റിവിറ്റിയുടെ ട്രയാങ്കിളിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുന്നു. ഇവിടെ നമുക്ക് 3 ട്രയാങ്കിളാണുള്ളത്. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി ഡി ഇ എഫ് പി ക്യു ആർ. അപ്പോൾ ഇവിടെ പറയുന്നത് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഡി ഇ എഫ്. ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡിനോടെ കോൺഗ്രുവന്റ് ആണെന്ന് എന്നുവെച്ചാൽ 2 സെയിം ആണ്. ദെൻ സെക്കൻഡ് ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു തേർഡ് വൺ. സെക്കൻഡ് ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു തേർഡ് വൺ ആണ്, 2 സെയിം ആണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദെൻ ഫസ്റ്റ് വൺ ഈസ് കോൺഗ്രുവന്റ് ടു തേർഡ്. അതായത് ഈ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും കൂടെ കോൺഗ്രുവന്റ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡ്, അതായത് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡുമായിട്ട് റിലേറ്റഡ് ആണ്, സെക്കൻഡ് തേർഡുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഫസ്റ്റും തേർഡും കൂടെ റിലേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള റിലേഷനെ നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ എടുത്ത എക്സാമ്പിളിനകത്ത് എലമെന്റ്സുകളെല്ലാം ട്രയാങ്കിൾസ് ആയിരുന്നു. നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ R ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എ എന്ന് വിളിക്കുക. ഇത് നമ്മുടെ R ആണ്, ഇത് ബി. അപ്പോൾ എ റിലേറ്റഡ് ടു ബി, ഇത് ബി, ഇത് സി എന്ന് വിളിക്കുക. ബി റിലേറ്റഡ് ടു സി, ദെൻ എ ഈസ് റിലേറ്റഡ് ടു സി. അതാണ് നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ് മൂന്നാമത്തെ കാര്യം. എ റിലേഷൻ റിഫ്ലക്സീവ് പറഞ്ഞു, എ ഉണ്ടാവണം. സിമെട്രിക് പറഞ്ഞു, എ ബി ഉണ്ടാവണം, ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ട്രാൻസിറ്റീവ് പറഞ്ഞു, എ ബി ഉണ്ടാവണം, ബി സി ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ എ സിയും ഉണ്ടാവണം. ആ റിലേഷൻ നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്നും പറഞ്ഞു. ഇനി അടുത്ത ഡെഫിനിഷൻ പറയുന്നത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ആൻ ഇക്വലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷനെ ഒരു ഇക്വലൻസ് റിലേഷൻ എന്ന് പറയും. ഇക്വലൻസ് റിലേഷൻ. ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് ആൻ ഇക്വലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത് മൂന്നും കൂടെ ആവണം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഇത് മൂന്നും ഉണ്ട്. റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. കാരണം ഇത് റിഫ്ലക്സീവ് ആണ്, എനി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ടു ഇറ്റ്സെൽഫ്. ദെൻ ഇത് സിമെട്രിക് ആണ്, അത് നമ്മൾ പറഞ്ഞു. ദെൻ ഇത് ട്രാൻസിറ്റീവ് ആണ്, ഇത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഈ പറഞ്ഞ റിലേഷൻ, അതായത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിൽ
കോൺഗ്രുവൻ്റ് എന്നുള്ള റിലേഷൻ എപ്പോഴും ഒരു ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ദെൻ അടുത്ത ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഈക്വലൻസ് റിലേഷൻസ് പ്രൂവ് ചെയ്യാൻ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ലെറ്റ് L be the set of all lines in a plane and R be the relation in L defined as R equals L1 L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. ഇപ്പോൾ ഇവിടെ റിലേഷൻ ഇതാണ് R. നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ആണ്. ഇവിടുത്തെ റിലേഷൻ L1 ഈസ് പെർപെൻഡിക്കുലർ. ഈസ് പെർപെൻഡിക്കുലർ എന്നാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഒരു സെറ്റ് ഉണ്ട്. ഈ സെറ്റിനകത്ത് ലൈനുകളാണ്. നമ്മുടെ റിലേഷൻ ഈസ് പെർപെൻഡിക്കുലർ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിമെട്രിക് ആണ്, പക്ഷേ ഇത് റിഫ്ലെക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ലെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ലൈൻസുകളാണ്. സെറ്റിനകത്തുള്ള എല്ലാം ലൈനുകളാണ്. അതാദ്യം റിഫ്ലെക്സിവിറ്റി എന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആണോ നമുക്ക് നോക്കാം. നമുക്കറിയാം L1 എന്നുള്ള ലൈൻ ഇവിടെ ഉണ്ട്. ഈ ലൈൻ ഒരിക്കലും അതിനോട് തന്നെ പെർപെൻഡിക്കുലർ അല്ല. എ ലൈൻ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ഇറ്റ് സെൽഫ്. പാരലൽ ആണെങ്കിൽ നമുക്ക് പറയാം എനി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. പക്ഷെ ഇവിടെ നമുക്ക് പറയാം എ ലൈൻ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ഇറ്റ് സെൽഫ്. അതുകൊണ്ട് സോ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ റിഫ്ലെക്സീവ് അല്ല. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ദെൻ സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക്ക് നോക്കാൻ L1 എന്നുള്ള ലൈൻ ഉണ്ട്, ഇവിടെ L2 ഒരു ലൈൻ ഉണ്ട്. ഇവിടെ നമുക്കറിയാം L1 L2 തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. നമുക്ക് തിരിച്ചു പറഞ്ഞാൽ ശരിയാണ്. L2ഉം L1 തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. ഇഫ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 then L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. സോ ഇറ്റ് ഈസ് സിമെട്രിക്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് ഈ R എന്നുള്ള റിലേഷൻ നമുക്കൊരു സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. ദെൻ ട്രാൻസിറ്റിവിറ്റി നോക്കാം. 3 ലൈനുകളാണ്. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1ഉം L2ഉം കൂടെ പെർപെൻഡിക്കുലർ. L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. L2ഉം L3ഉം പെർപെൻഡിക്കുലർ. ഈ രണ്ട് ആംഗിൾ 90. സോ ദീസ് 2 ആർ പെർപെൻഡിക്കുലർ. L1 ആൻഡ് L2 പെർപെൻഡിക്കുലർ. L2 ആൻഡ് L3 ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ L1 L3 നോക്കിയേ. L1 L3 ഒരിക്കലും പെർപെൻഡിക്കുലർ അല്ല. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനുകളും പാരലൽ ലൈനുകളായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടിയോടെ പറയാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസിറ്റീവ്. അതാ പറഞ്ഞിരിക്കുന്നത് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1 L2ന് പെർപെൻഡിക്കുലർ. L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3 ബട്ട് L1 ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു L3. ദേ ആർ പാരലൽ. സോ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇത് എന്താണ് ഒരു കാര്യം മാത്രം ശരിയാവുന്നുണ്ട്. സിമെട്രിക്ക് മാത്രമാണ്, റിഫ്ലെക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല. ഇതായിരുന്നു നമുക്കിവിടെ പറയേണ്ടത്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഈസ് സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തതായി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3 given by R equals set 1 1 2 2 3 3 1 2 2 3 is reflexive but neither symmetric nor transitive. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയണം, പക്ഷേ ഇത് സിമെട്രിക്കും ട്രാൻസിറ്റീവും അല്ല. അതായത് റിഫ്ലെക്സീവ് ആകുമ്പോൾ എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതായത് 1 1 2 2 3 3 ഇങ്ങനെ ഉണ്ടാവണം. സിമെട്രിക് ആണെങ്കിൽ 1 റിലേറ്റഡ് ടു 2 ആണെങ്കിൽ 2 റിലേറ്റഡ് ടു 1 ആയിരിക്കണം. അങ്ങനെയുള്ള കേസ്. ട്രാൻസിറ്റീവ് ആകുമ്പോൾ 1 to 2 2 റിലേറ്റഡ് ടു 3 ദെൻ 1 റിലേറ്റഡ് ടു 3 ആ ഫോമിൽ വരണം. നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സെറ്റ് 1 2 3 ആണ്. ആ 1 2 3 എന്നുള്ള സെറ്റിലെ റിലേഷൻ പറയുന്നുണ്ട് 1 1 2 2 3 3 1 2 2 3. അതിൽ റിഫ്ലെക്സീവ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹിയർ 1 ഈസ് റിലേറ്റഡ് ടു 1. 1 1ഉമായിട്ട് റിലേറ്റഡ് ആണ്. 2 റിലേറ്റഡ് ടു 2 ആണ്. 3 റിലേറ്റഡ് ടു 3 ആണ്. ഹെൻസ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. ദെൻ രണ്ടാമത്തെ സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക്ക് നോക്കാൻ ഹിയർ 1 ഈസ് റിലേറ്റഡ് ടു 2 ആണ്. ബട്ട് 2 ഈസ് നോട്ട് റിലേറ്റഡ് ടു 1. 1 2 ആയിട്ട് റിലേറ്റഡ് ആണ്, പക്ഷേ 2 1ഉമായിട്ട് റിലേറ്റഡ് അല്ല. അത് കാരണം ഈ റിലേഷൻ സിമെട്രിക് അല്ല. ദെൻ ട്രാൻസിറ്റിവിറ്റി 1 ഈസ് റിലേറ്റഡ് ടു 2. 1 എന്നുള്ളത് 2 ആയിട്ട് റിലേറ്റഡ് ആണ്. 2 ഈസ് റിലേറ്റഡ് ടു 3. 2 ഈസ് റിലേറ്റഡ് ടു 3 ആണ്.
but 1 is not related to 3. അത് കാരണം ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്, നോട്ട് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Then question number 4. Show that the relation R in the set Z of integers given by AB such that 2 divides A minus B is an equivalence relation. അപ്പോൾ നമുക്ക് ഇൻറ്റിജേഴ്സ് ആണുള്ളത്, അവിടുത്തെ റിലേഷൻ എ ബി, സോ ദാറ്റ് 2 divides A minus B. A minus B നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇതാണ് നോക്കേണ്ടത്. ഇവിടെ ഇൻറ്റിജേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം എ മൈനസ് എ, ഏത് രണ്ട് ഇൻറ്റിജർ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് 0 കിട്ടും. ആ 0യെ നമുക്ക് എപ്പോഴും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 2 divides A minus A. എക്സാമ്പിളാണ് 2 divides 1 minus 1. 1 minus 1 0 ആണ്, 0 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 minus 2 0 ആണ്, ആ 0യെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 minus 3 0 ആണ്, 0യെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇത് റിഫ്ലെക്സീവായി. ദെൻ സിമെട്രിക് ആണോ നോക്കാം. എ ബി എലമെന്റ് ഓഫ് ആർ, അതിൻ്റെ മീനിങ് എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ 2 divides A minus B എന്നാണ്. A minus B നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം സ്വാഭാവികമായിട്ട് A minus Bയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ B minus Aയെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. 5 minus 3 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം 5 minus 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 minus 5 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് A minus Bയെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ B minus Aയെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. Therefore R is symmetric. Then ഇതിനകത്ത് ഈ റിലേഷനകത്ത് 2 എലമെന്റ്സ് എടുത്തു. നമ്മൾ എ ബിയും ബി സിയും എടുത്തു. എ ബി ഉണ്ടെങ്കിൽ നമുക്ക് A minus Bയെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ബി സി ഉണ്ടെങ്കിൽ B minus Cയെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 നമ്പറുകളെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ അതിൻ്റെ സമ്മിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതാണ് അടുത്തത് പറയുന്നത്. A minus B plus B minus C, അതിൻ്റെ സം, ആ സം എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന A minus C ആണ്. ഈസ് ഈവൻ നമ്പർ ആയിരിക്കും, കാരണം A minus B ഒരു ഈവൻ നമ്പറാണ്, കാര്യം ഡിവിസിബിൾ ബൈ 2 ആയതുകൊണ്ട്. അതുപോലെ B minus Cയും ഒരു ഈവൻ നമ്പറാണ്, കാരണം ഇതിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സമ്മും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതിൻ്റെ അർത്ഥം A minus Cയെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെന്നാണ്. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. 2 divides 6 minus 4. 6 minus 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 divides 4 minus 2, അത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സമ്മ് 2 divides 6 minus 4 plus 4 minus 2, ദാറ്റ് ഈസ് 4. അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷനാണ്, കാരണം ഇത് എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇതായിരുന്നു നമ്മുടെ അടുത്തത്. ദെൻ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ ഒന്ന് ജനറലൈസ് ചെയ്യാം. ഇവിടെ പറയുന്നത് എ ബി എന്നുള്ള പെയറാണ് 2 divides A minus B എന്നുള്ള റിലേഷൻ. ഹിയർ ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ് ആർ റിലേറ്റഡ് ടു 0. ഇതിനകത്ത് എല്ലാ ഈവൻ ഇൻറ്റിജേഴ്സും 0 റിലേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് 2 ഈവൻ നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്കതിനെ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഓൾ ഈവൻ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ടു 0. ഇപ്പോൾ 2 എടുക്കുക, പ്ലസ് ഓർ മൈനസ് 2 എടുക്കുക. 2 minus 0 നമുക്ക് 2 കിട്ടും. -2 minus 0യും 2. അതിന് രണ്ടിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത 0 പ്ലസ് ഓർ മൈനസ് 4. 4 minus 0, 4 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. -4 minus 0 -4, അതിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പെയറുകളെല്ലാം ആറിൽ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ് ആർ റിലേറ്റഡ് ടു 0. എല്ലാ ഈവൻ ഇൻറ്റിജേഴ്സും 0യുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതേപോലെ നോ ഓഡ് ഇൻറ്റിജർ ഈസ് റിലേറ്റഡ് ടു 0. 0യുമായിട്ട് ഒരിക്കലും ഓഡ് ഇൻറ്റിജേഴ്സ് റിലേറ്റഡ് അല്ല. കാരണം 1 minus 0 1 ആണ്. അപ്പം 2 അല്ല. 1 minus 1 ആണ്, സോറി 1 minus 0 1 ആണ്. ആ 1നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 minus 0 3 ആണ്. 3യെ നമുക്ക് ഈ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 0യുമായിട്ട്
ഒരു ഓഡ് ഇൻറ്റിജർ പോലും റിലേറ്റഡ് അല്ല. കാരണം അതിൻ്റെ ഡിഫറൻസ് ഒരിക്കലും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഓൾ ഓഡ് ഇൻറ്റിജേഴ്സ് ആർ റിലേറ്റഡ് ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഓഡ് ഇൻറ്റിജേഴ്സ് ഒന്നും 0 ആയിട്ട് റിലേറ്റഡ് അല്ല. പക്ഷേ എല്ലാ ഓഡ് ഇൻറ്റിജേഴ്സും 1 റിലേറ്റഡ് ആണ്. കാരണം 1 + or - 1, 1 + or - 3, 1 + or - 5 ഇങ്ങനെ എഴുതാം. കാരണം ഡിഫറൻസ് നോക്കിയാൽ 1ഉം 1ഉം ആണ്. ഡിഫറൻസ് 0 ആയി 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 - 1 എടുത്താലും 0 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതുപോലെ ഇവിടെ 3 എടുത്താൽ 3 + 3 - 1 2 ആണ്. 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. -3 - 1 അത് -4 ആണ്. -4നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ഓഡ് ഇൻറ്റിജേഴ്സും 1 റിലേറ്റഡ് ആണ്. നോ ഈവൻ ഇൻറ്റിജർ ഈസ് റിലേറ്റഡ് ടു 1. ഈവൻ ഇൻറ്റിജർ ഒന്നും 1 റിലേറ്റഡ് അല്ല. കാരണം ഇവിടെ 1 2 എടുത്താൽ 2 - 1 1. ആ 1നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. -2 - 1 -3യെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇത്രയും കേസ് അറിഞ്ഞിരിക്കുക. എല്ലാ ഈവൻ ഇൻറ്റിജേഴ്സും 0 റിലേറ്റഡ് ആണ്. എല്ലാ ഓഡ് ഇൻറ്റിജേഴ്സും 1 റിലേറ്റഡ് ആണ്. അതറിഞ്ഞിരിക്കുക. മറ്റ് രണ്ടെണ്ണം കേസിലും ശരിയാവത്തില്ല. അപ്പോൾ ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ് ആർ റിലേറ്റഡ് ടു 0 ആൻഡ് ഓൾ ഓഡ് ഇൻറ്റിജേഴ്സ് ആർ റിലേറ്റഡ് ടു 1. അപ്പോൾ അതിന് നമുക്ക് ഇനിയും ചെയ്യുന്നതാണ്. സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റിജേഴ്സ് നമ്മൾ എടുക്കുക. അതിനെ ഇ എന്ന് വിളിച്ചു. സെറ്റ് ഓഫ് ഓഡ് ഇൻറ്റിജേഴ്സിനെ നമ്മൾ ഒ എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഓൾ എലമെന്റ്സ് ഓഫ് ഇ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇ എന്നുള്ള നമ്മുടെ സെറ്റ് ഈവൻ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ഈവൻ ഇൻറ്റിജേഴ്സ് നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. കാരണം അതിനെ സബ്ട്രാക്ട് ചെയ്താൽ അതിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ all elements of E are related to each other and all elements of O are related to each other. O എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓഡ് ഇൻറ്റിജേഴ്സ് ആണ്. ഓഡ് ഇൻറ്റിജേഴ്സിന്റെ ഡിഫറൻസ് എപ്പോഴും നമുക്ക് ഈവൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്കതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ നോ എലമെന്റ് ഓഫ് ഇ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് ഒ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇക്കകത്തെ ഒരു എലമെന്റ് പോലും ഒയിലെ ഒരു എലമെന്റുമായിട്ടും റിലേറ്റഡ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്. സോ ഇ ആൻഡ് ഒ ആർ ഡിസ്ജോയിന്റ്. അപ്പോൾ ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഇസഡ് ഈക്വൽസ് ഇ യൂണിയൻ ഒ. നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിനെ ഈവൻ ഇൻറ്റിജേഴ്സ് യൂണിയൻ ഓഡ് ഇൻറ്റിജേഴ്സ് എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഇത് രണ്ടും ഡിസ്ജോയിന്റുമാണ്. കോമൺ എലമെന്റ്സ് ഇല്ല. അത് കാരണം നമ്മളിവിടെ പറഞ്ഞിരുന്നു ഇ എന്നുള്ളത് സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റിജേഴ്സ് ആണ്. ഒ എന്നുള്ളത് സെറ്റ് ഓഫ് ഓഡ് ഇൻറ്റിജേഴ്സ് ആണ്. ഇയിലെ എലമെന്റ്സ് എല്ലാം റിലേറ്റഡ് ആണ്. ഒയിലെ എലമെന്റ്സ് എല്ലാം റിലേറ്റഡ് ആണ്. പക്ഷേ ഇയിലും ഒയിലും എലമെന്റ്സുകൾ റിലേറ്റഡ് ആയിട്ട് വരില്ല. കാരണം ഒന്ന് ഈവനും ഒന്ന് ഓടും വന്നാൽ അതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദ സബ്സെറ്റ് ഇ ഈസ് കോൾഡ്. നമ്മൾ പറയുന്ന ഈ സബ്സെറ്റിനെ ഇ ഈസ് കോൾഡ് ഇക്വലന്റ് ക്ലാസ് കണ്ടെയ്നിങ് 0. കാരണം നമ്മൾ പറഞ്ഞു എല്ലാ ഈവൻ ഇൻറ്റിജേഴ്സും 0 റിലേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് equivalence class containing 0 and is denoted by square bracket 0. Similarly, O is the equivalent class containing 1. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഓഡ് ഇൻറ്റിജേഴ്സും 1 റിലേറ്റഡ് ആണ്. സോ O is the equivalent class containing 1 and is denoted by within square bracket 1. അപ്പോൾ ഒന്ന് equivalent class of 0, അടുത്ത equivalent class of 1. Note that ഇവിടുത്തെ പ്രോപ്പർട്ടി പറയുന്നത് equivalent class of 0 and equivalent class of 1 are not equal. കാരണം equivalent class of 0 എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഈവൻ നമ്പറുമായിട്ട് കണക്ട് ചെയ്താണ്. സോ ഇറ്റ് ഈസ് 2R, equivalent class of 2R. അടുത്ത O എന്ന് പറയുമ്പോൾ ഓഡ് നമ്പറുമായിട്ട് കണക്ട് ചെയ്താണ്. ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ ഈവൻ നമ്പർ +1 എടുത്താൽ മതി. സോ 2R + 1 ആയിരിക്കും. equivalent class of 1 equals equivalent class of 2R + 1. അപ്പം അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ജനറലായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ എക്സ് എന്നുള്ള ഒരു സെറ്റ് എടുത്തു. അവിടുത്തെ ഒരു റിലേഷൻ R ആണെങ്കിൽ R ഡിവൈഡ്സ് എക്സ് ഇൻറ്റു മ്യൂച്വലി ഡിസ്ജോയിന്റ് സബ്സെറ്റ്സ്. മ്യൂച്വലി ഡിസ്ജോയിന്റ് സബ്സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദേ ആർ കോൾഡ് പാർട്ടീഷൻസ് ഓർ സബ് ഡിവിഷൻസ് ഓഫ് എക്സ്. ഇതിനെ പാർട്ടീഷൻസ് എന്ന് പറയും. അതിന്റെ കണ്ടീഷൻ ഉണ്ട്. പാർട്ടീഷൻ ആകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ ഇതാണ്: ഓൾ എലമെന്റ്സ് ഓഫ് എ ഐ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം ഇവിടെ ഇയും ഒയും ആ പറഞ്ഞു. ഇവിടെ നമുക്ക് എ ആദ്യത്തെ കേസിൽ എ ഐ അതാ പറഞ്ഞത്. ഓൾ എലമെന്റ്സ് ഓഫ് എ ഐ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇയിലെ എല്ലാ എലമെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അതേപോലെ എ ഐയിലെ എല്ലാ എലമെന്റ്സും റിലേറ്റഡ് ആണ്. നോ എലമെന്റ് ഓഫ് എ ഐ ഈസ് റിലേറ്റഡ് ടു എ ജെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോ എലമെന്റ് ഓഫ് ഇ ഈസ് റിലേറ്റഡ് ടു ഒ. അപ്പോൾ അതേ കണ്ടീഷൻ ഇവിടെ
no element of AI is related to any element of AJ. Then നമ്മൾ പറഞ്ഞിരുന്നു Z കിട്ടണമെങ്കിൽ ഇതിന്റെ യൂണിയൻ എടുത്താൽ മതി എന്ന്. അതായത് Z ഈക്വൽ ടു E യൂണിയൻ O എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അതുപോലെ നമ്മുടെ സെറ്റ് യൂണിയൻ AJ ഈക്വൽസ് ക്യാപിറ്റൽ X ആയിരിക്കും. എല്ലാം കൂടെ ചേർത്ത് A1, A2, A3 ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫുൾ നമ്മുടെ വലിയ സെറ്റ് കിട്ടും. കൂടാതെ AI ഇന്റർസെക്ഷൻ AJ ഈസ് ഡിസ്ജോയിന്റ്. കോമൺ എലമെന്റ്സ് ഉണ്ടാവില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. E ആൻഡ് O ആർ ഡിസ്ജോയിന്റ്. അതേപോലെ ഇവിടെ AI ഇന്റർസെക്ഷൻ AJ അതെപ്പോഴും നൾ സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന സെറ്റുകൾ ഡിസ്ജോയിന്റും ആയിരിക്കും. ദീസ് സബ്സെറ്റ്സ് ആർ കോൾഡ് ഇക്വലന്റ് ക്ലാസസ്. ഇക്വലൻസ് ക്ലാസസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈ A1, A2, A3 ഇവയെ നമ്മൾ പറയും ഇക്വലൻസ് ക്ലാസസ് എന്ന് പറയാറുണ്ട്. ദെൻ കൺസിഡർ ദ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് Z. അതിനകത്ത് 3 സബ്സെറ്റുകൾ എടുത്തിട്ടുണ്ട് ഞാൻ. A1 എന്ന്, A2 എന്ന്, A3 എന്ന്. അപ്പോൾ A1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 3 എടുത്തു. ദെൻ A2 -5, -2, 1, 4, 7 എന്നുള്ള എടുത്തു. A3 ഇവിടെ A2 എടുക്കാൻ കാരണം x-1 ആവണം. x-1 മൾട്ടിപ്പിൾ ഓഫ് 3 എടുത്തു. ദെൻ x-2 മൾട്ടിപ്പിൾ ഓഫ് 3 എടുത്തു. അങ്ങനെ 3 കേസ്. ഒന്നാമത്തെ കേസിൽ x ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതിനെ A1 എന്ന് വിളിച്ചു. x-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതിനെ A2 എന്ന് വിളിച്ചു. x-2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതിനെ നമ്മൾ A3 എന്ന് വിളിച്ചു. ദെൻ define a relation R in Z given by R equals AB such that 3 divides A minus B. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റനിൽ 2 divides ആയിരുന്നു. ഇവിടെ നമ്മൾ 3 divides എന്ന് പറഞ്ഞു. നമ്മുടെ 3 സെറ്റുകൾ ഇതാണ് A1, A2, A3. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ A1 coincide with the set of all integers Z which are related to 0. 0യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ A1 എന്ന് വിളിച്ചേക്കുന്നത്. അതേപോലെ അടുത്തത് 1ുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സുകളെല്ലാം A2 ഉണ്ടാവും. A2 coincide with the set of all integers which are related to 1. Then A3 contains the set of all integers Z which are related to 2. നമ്മൾ നേരത്തെ ഈവൻ ഓട് പറഞ്ഞപ്പോൾ 0യുമായിട്ട് റിലേറ്റഡ് ഒന്ന് 1ുമായിട്ട് റിലേറ്റഡ്. ഇവിടെ തിരിച്ചു വരുമ്പോൾ 3 divides A minus B ആകുമ്പോൾ 0യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, 1ുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സുകളുണ്ട്, 2ുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സുകളുണ്ട്. ദാറ്റ് മീൻസ് A1 equals equivalent class of 0, A2 equals equivalent class of 1, A3 equals equivalent class of 2. In general, ഈ A1 എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. സോ ഇറ്റ് ഈസ് 3R. ദെൻ A2 x-1 മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ്. അപ്പോൾ x ഈക്വൽ ടു 3R plus 1 എന്നാണ് വരുന്നത്. സോ A2 ഈക്വൽസ് ഇക്വലന്റ് ക്ലാസ് ഓഫ് 3R plus 1 ആൻഡ് A3 ഈക്വൽസ് ഇവിടെ പറഞ്ഞത് x-2 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. സോ x എന്നുള്ളത് 3R plus 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും ഫോർ ഓൾ Z. ഇതാണ് നമ്മുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്.